പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് പറയുന്ന ഒരു മാഗസീൻ ഹോളാണ്. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന മാഗസീൻസ് തന്നെയാണ് ഇതിലും ഉള്ളത്. അപ്പം അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലക്കങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് മാതൃഭൂമിയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന മാഗസീനുകളാണ് എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെല്ലാം തന്നെ മാതൃഭൂമിയാണ് ഒന്നാമതായിട്ട് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ മാതൃഭൂമി എന്ന് പറയുന്നത് 2025 മാർച്ച് 2 വരെയുള്ള മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പാണിത്. അപ്പോൾ മാർച്ച് 2 ലാസ്റ്റ് ഡേറ്റ്. അപ്പം മാതൃഭൂമി അയച്ചപ്പതിപ്പ് 2025 മാർച്ച് 2 വരെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കവർ എന്ന് പറയുന്നത് ഞങ്ങളുടെ കഥ വരാനിരിക്കുന്നു, ഐവറി കോസ്റ്റിൽ നിന്ന് ആർമോഗോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കവറാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖമാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഐവറി കോസ്റ്റ് എന്നാണ്. ഐവറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് രാജ്യമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ഐലൻഡ് സംതിങ് ആണ്. അപ്പോൾ അവിടെയുള്ള ആർമോഗോസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള അഭിമുഖമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ പടമാണ് കവറിൽ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ കാർട്ടൂൺ ചരിത്രം, തോമസ് ജേക്കബ് ചെയ്യുന്ന കാർട്ടൂൺ ചരിത്രം, അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം, എബ്രഹാം മാത്യൂസ് എഴുതുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ഒരു കഥയുടെ പേരാണ്. കൂടാതെ ചെറിയ കവറായിട്ട് കൊടുത്തിട്ടുള്ളത് അംബേദ്കർ മൈത്രിയുടെ നവയാനം, ചരിത്രത്തിൽ മാഞ്ഞ MK കോരൻ, അതുപോലെ അഭിമുഖം പുന്നല ശ്രീകുമാറുമായിട്ട് അഭിമുഖം. അപ്പോൾ 2 അഭിമുഖമുണ്ട്, ഇദ്ദേഹമായിട്ടും പിന്നെ പുന്നല ശ്രീകുമാറുമായിട്ടും അഭിമുഖമുണ്ട്. അപ്പോൾ അതാണ് ഈ ആഴ്ചപ്പതിപ്പിൻ്റെ കവറിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഉള്ളടക്കം പേജിലേക്ക് കിടക്കുകയാണ്. ഉള്ളടക്കം പേജിൽ വാതിൽ എന്ന് പറഞ്ഞിട്ട് എഡിറ്റോറിയലുണ്ട്. അത് സുഭാഷ് ചന്ദ്രനാണ് എഴുതുന്നത്, വാതിൽ. അതുകൂടാതെ ഇതാണ് ഉള്ളടക്കം പേജ്. അപ്പോൾ ഉള്ളടക്കം പേജ് ഞാൻ ഒന്ന് വായിക്കുകയാണ്. അപ്പം അഭിമുഖം, 2 അഭിമുഖം ഞാൻ പറഞ്ഞായിരുന്നു. ഒന്ന്, നിങ്ങളെ വിറപ്പിക്കുന്ന കഥകളുമായി ഞങ്ങൾ വരും. അഭിമുഖം ആർമോഗോസ് എന്ന് പറയുന്ന വ്യക്തിയായിട്ടാണ് അഭിമുഖം നടത്തുന്നത് PS രാഗേഷ്. പിന്നെ ഉള്ളത് മറ്റൊരു അഭിമുഖം, പൊതുസമൂഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്, പുന്നല ശ്രീകുമാറുമായിട്ട് അഭിമുഖം. അത് PK ശ്രീകുമാറാണ് നടത്തുന്നത്. കവിതകൾ, വഴികൾ എന്ന് പറയുന്ന കവിതകൾ എഴുതിയിട്ടുള്ളത് ആലങ്കോട് ലീലാകൃഷ്ണൻ. കരിയിലക്കാലം എഴുതുന്നത് C സന്ദീപനി. 2 കവിതകൾ ദുർഗാ പ്രസാദ്. ആദ്യ പാപം എഴുതുന്നത് MP അനസ്. പിന്നെ അതുകൂടാതെ അംബേദ്കറും മൈത്രിയും എന്ന് പറയുന്ന ഒരു പങ്ക്തി പോകുന്നുണ്ട്. അതിനകത്ത് സുനിൽ P ഇടയാള എഴുതുവാണ് മൈത്രി എന്ന രാഷ്ട്രീയ ഭാവന. അത് അംബേദ്കറും മൈത്രിയും എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ്. അതിനകത്ത് സുനിൽ P ഇളയടാണ് എഴുതുന്നത്. ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ മൈത്രി എന്ന രാഷ്ട്രീയ ഭാവന. അതുപോലെ MK കോരന്റെ എഴുത്തു ജീവിതം, അതിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് MK കോരൻ സാഹിത്യ ചരിത്രത്തിൽ അദൃശ്യനായതെങ്ങനെ, ഡോക്ടർ രതീഷ് ശങ്കരനാണ് എഴുതുന്നത്. പിന്നെ ഭൂതവും വർത്തമാനവും നമ്മുടെ രാമേന്ദ്ര ഗുഹ എഴുതുന്ന സ്ഥിരം പങ്ക്തിയാണ്. അതിനകത്ത് അന്നത്തെ ലാഹോർ ഇന്നത്തെ ഇന്ത്യ എന്നുള്ളതാണ്. പിന്നെ കാർട്ടൂണിന്റെ കഥ ഭാഗം 3 ആണ് കേട്ടോ ഇതിൽ. അപ്പം കാർട്ടൂണിന്റെ കഥ ഒരു സീരീസ് ആയിട്ട് വരുന്നതാണ്. അത് എഴുതുന്നത് തോമസ് ജേക്കബ് ആണ്. വരച്ച വരകൾ എന്നാണ് ഈ ആഴ്ചത്തെ ആഴ്ചപ്പതിപ്പിലെ ടൈറ്റിൽ. കാർട്ടൂണിന്റെ കഥ എന്ന് പറയുന്ന ഒരു സീരീസാണ്. ഇത് 3ാമത്തെ ഭാഗമാണ്. കൂടാതെ പിന്നെ കഥ, ലൂക്കോസിന് സുവിശേഷം, എബ്രഹാം മാത്യൂസ് ചെയ്യുന്ന കഥ. അതുപോലെ നോവൽ മൾബറി, അത് സീരീസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മൾബറി എഴുതുന്നു ബെന്യാമിൻ്റെ മൾബറി. അതുകൂടാതെ സ്ഥിരം പങ്ക്തികളായിട്ടുള്ള വായനക്കാർ എഴുതുന്നു വാക്കുവിത്ത് കുട്ടേട്ടൻ, അക്ഷരം പ്രതി KC നാരായണൻ, അക്ഷരം പ്രതി. അതുപോലെ വെബിനിവേഷം, രാംമോഹൻ പാലിയത്ത് എഴുതുന്ന വെബിനിവേഷം. അതുപോലെ കൊണ്ടാട്ടം എഴുതുന്ന സുനിൽരാജ് എഴുതുന്ന കൊണ്ടാട്ടം എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. കൊണ്ടാട്ടം എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ സ്ട്രിപ്പാണ്. അപ്പോൾ അത് മുമ്പ് ഈ പേജ്, അതായത് അവസാനത്തെ കവറിൻ്റെ മുമ്പ് വന്നിട്ടുള്ള ലാസ്റ്റ് പേജിൽ വന്നുകൊണ്ടിരുന്നത് K ഷെരീഫ് വരയ്ക്കുന്ന ഒരു എന്താ പറയുക വാക്കൗട്ട് എന്ന് പറയുന്ന ഒരു മോഡേൺ ആർട്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് അവർ ഒരു കോമിക് സ്ട്രിപ്പാക്കി. അപ്പോൾ അതാണ് അസമാലിക കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിക്കുന്ന ഒരു കാർട്ടൂൺ സ്ട്രിപ്പ്, ഒരു ഹാസ്യത്തിന് എന്താ പറയുന്നത് സറ്റയർ പോലെ. അപ്പോൾ ഇതാണ് ഉള്ളടക്കം പേജ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് 2025 മാർച്ച് 2 വരെയുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഉള്ളടക്കം പേജ്. അതുകൂടാതെ അടുത്തത് നമ്മുടെ മറ്റൊരു സ്ഥിരം മാഗസീനാണ് ഭാഷാപോഷിണി മാർച്ച് ലക്കം. കവറായിട്ട് കൊടുത്തിട്ടുള്ളത് ആൻ ഫ്രാങ്ക് ആണ്. അപ്പോൾ പിന്നെ ഈ കവർ പിന്നെ പ്രത്യേകം നമുക്ക് ആൻ ഫ്രാങ്കിനെ ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫിഗറാണ് ആൻ ഫ്രാങ്ക്. അപ്പോൾ ആൻ ഫ്രാങ്ക് ആണ് കവർ കൊടുത്തിട്ടുള്ള. ആൻ ഫ്രാങ്കിനെ ഒറ്റിക്കൊടുത്തതാര്, അതാണ് കവർ സ്റ്റോറി. അതുകൂടാതെ സത്യേന്ദ്രനാഥ് ബോസിന്റെ പൈതൃകം, ഇന്ദുചൂടന്റെ ജന്മശതാബ്ദിയും ആൻ ഫ്രാങ്കിനെ ഒറ്റിക്കൊടുത്തതാരെന്നുള്ള ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ സ്റ്റോറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്.
അപ്പം ആൻ ഫ്രാങ്കിനെ ഒറ്റിക്കൊടുത്ത് എഴുതുന്നത് ജിനീഷ് കെ ജി ആണ്. അപ്പോൾ ഇതാണ് ഉള്ളടക്കം പേജ്. അപ്പോൾ ഉള്ളടക്കം പേജ് പ്രത്യേകം അവർ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് എന്താ പറയുക, ലേഖനം, കഥ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ലേഖനങ്ങൾ ഓരോന്ന് വായിക്കുവാണ്. സത്യേന്ദ്ര ലേഖനം ഏറ്റവും കവർ സ്റ്റോറിയായിട്ട് കൊടുത്തിട്ടുള്ളത് ആൻ ഫ്രാങ്കിനെ ഒറ്റിക്കൊടുത്തതാര് എഴുതിയിട്ടുള്ളത് ജിനീഷ് കെ ജി ആണ് അത് എഴുതുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ആൻ ഫ്രാങ്കിനെ പറ്റി ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ആൻ ഫ്രാങ്ക്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ബ്ലർബ് ഒന്ന് വായിക്കാം. പ്രത്യാശയുടെയും ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൈതൃകം മാത്രമല്ല, വരും തലമുറകളെ പ്രചോദിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒന്നാണ് ആൻ ഫ്രാങ്കിന്റെ ജീവിതം. മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും വിദ്വേഷത്തെയും വിവേചനത്തെയും ചെറുക്കുന്നതിനുമുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലായി അത് നിലകൊള്ളുന്നു. അപ്പോൾ ഇത്ര എഴുതിയിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊന്ന് ആൻ ഫ്രാങ്കിന്റെ ഒരു ലഘു ജീവചരിത്രമാണെന്ന് തോന്നുന്നു ആർട്ടിക്കിൾ. റാദർ ദാൻ ഞാൻ ഓർത്തു ഇനി ആൻ ഫ്രാങ്കിനെ പറ്റിയുള്ള പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തം, അതായത് പുതിയ ഇൻഫർമേഷൻ എന്തെങ്കിലും, ഇതുവരെ അറിയാത്ത എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ കിട്ടിയോ എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് ബ്ലർബ് വായിച്ച് എനിക്ക് തോന്നുന്നത് ആൻ ഫ്രാങ്കിന്റെ ഓർമ്മ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ പറ്റിയുള്ള ഒരു ഇതാണ്. ആൻ ഫ്രാങ്ക് അറിയാലോ, ഫേമസ് ആയതുകൊണ്ട്. സത്യേന്ദ്രനാഥ് ബോസിന്റെ പൈതൃകം എഴുതുന്നത്, ലേഖനങ്ങളുടെ പേരാണ് സത്യേന്ദ്രനാഥ് ബോസിന്റെ പൈതൃകം എഴുതുന്നത് VPN നമ്പൂതിരി. പക്ഷികളെ സ്നേഹിച്ച രാജഹംസം എഴുതുന്നത് രവിവർമ്മ തമ്പുരാൻ. അപ്പോൾ അതാണ് ഇന്ദുചൂടൻ്റെ ഓർമ്മ കേട്ടോ. ഇന്ദുചൂട് കവറിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഇന്ദുചൂടൻ ജന്മശതാബ്ദി. അപ്പോൾ ഇന്ദുചൂടനെ പറ്റിയുള്ളതാണ് പക്ഷികളെ സ്നേഹിച്ച രാജഹംസം, രവിവർമ്മ തമ്പുരാൻ. നാം എങ്ങനെ എന്തിനു മരിക്കുന്നു എഴുതുന്നത് ഡോക്ടർ അജേഷ് കെ സക്രിയ. കവിത പ്രകടമായും ജീവിതമായും എഴുതുന്നത് S സുതാര. ഗ്രീക്കുകാർ ലോകത്തിന് നൽകിയത് ഡോക്ടർ സലീമ ഹമീദ് എഴുതുന്നു. ദേശീയതയും വ്യാകരണവും കാൾഡ്വെലിൻ്റെ രാഷ്ട്രീയ ചിന്തകൾ എഴുതുന്ന ഡോക്ടർ വിജി പോൾ. റെയിൽ പയനങ്ങളിൽ, അതൊരു സീരീസ് ആയിട്ട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ TD രാമകൃഷ്ണൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് റെയിൽ പയനങ്ങളിൽ, അത് സീരീസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അടുത്തത് കുത്തിയോട്ടപ്പാട്ടുകൾ ഒരു പഠനം എഴുതുന്നത് ഹരികുമാർ ഇളയിടത്ത്. അതുപോലെ കാൽക്കുലസിന്റെ കേരളീയ രീതിയും രാമാനുജന്റെ ഗണിത സംഭാവനകളും എന്ന അബദ്ധ പഞ്ചാംഗം. കാൽക്കുലസ് ഞാൻ പെട്ടെന്ന് കാൽക്കുലസിന്റെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വ്യക്തിയാണ്. കാൽക്കുലസ് എന്ന് പറയുന്ന ഗണിതത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, കാൽക്കുലസിന്റെ കേരളീയ രീതിയും രാമാനുജന്റെ ഗണിത സംഭാവനകളും എന്ന അബദ്ധ പഞ്ചാംഗം എഴുതുന്നത് ഡോക്ടർ VN കൃഷ്ണചന്ദ്രൻ. അടുത്തത് കവിതകളാണ്. കവിതകളുടെ പേര് പകരം എഴുതുന്നത് TP വിനോദ്. പൗരാണികം എഴുതുന്നത് പ്രമീള ദേവി. പേടിയാണെനി എനിക്കുള്ളിൽ എഴുതുന്നത് അരവിന്ദൻ KS മംഗലം. ഉറുമ്പിന്റെ ഭാഷ എഴുതുന്നത് അബ്ദുള്ള പേരാമ്പ്ര. പ്രഭാതം പ്രണയം പ്രതീക്ഷ എഴുതുന്നത് സന്ധ്യ E. സാന്താക്ലോസിന്റെ ഭാര്യ എഴുതുന്നത് ശിവകുമാർ അമ്പലപ്പുഴ. കാലരൂപണം എഴുതുന്നത് ഷാജി ഷൺമുഖം. ഷിംല എഴുതുന്നത് ആര്യാംബിക. നിശബ്ദതയുടെ ഭാഷ എഴുതുന്നത് ഗീതാരാജൻ. പിന്നെ കഥ പേരയ്ക്ക എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് ബാക്കി സെയിം തന്നെ. പേരയ്ക്ക നമ്മൾ പറയുന്നതിൻ്റെ പായ്ക്ക് വരും പ്രേരയ്ക്ക എഴുതുന്നത് KS രതീഷ്. കഥയുടെ പേരാണ് പ്രേരയ്ക്ക, എഴുതുന്നത് KS രതീഷ്. അമ്മത്തൊട്ടിലെ ഒരു അന്ന എഴുതുന്നത് രാജീവ് ശിവശങ്കർ. അങ്ങനെ 2 കഥയുണ്ട്. പിന്നെ സ്ഥിരം പങ്ക്തിയായിട്ടുള്ള പ്രതികരണങ്ങൾ, പുസ്തക ലോകം, പഴമയിൽ നിന്നും സ്നേഹപൂർവ്വം, ഈ 4 പങ്ക്തികളുണ്ട്. ഇതാണ് ഉള്ളടക്കം. 2025 മാർച്ചിലക്കം ഭാഷാഭൂഷണം. പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് ആൻ ഫ്രാങ്കിനെ പറ്റിയുള്ള ആർട്ടിക്കിളാണ്, കവർ സ്റ്റോറി. അടുത്തതും നമ്മുടെ സ്ഥിരം മാതൃഭൂമി GK കറണ്ട് അഫയേഴ്സ്. എൻ്റെ ഒരു ഫേവറേറ്റ് മാഗസീനാണ് മാതൃഭൂമി GK കറണ്ട് അഫയേഴ്സ്. അപ്പം കവറായിട്ട് വന്നിട്ടുള്ളത് ലോകക്രമം മാറ്റിമറിക്കുമോ ട്രംപ് ഭരണകൂടം. ട്രംപോഫോബിയ എന്ന് പറഞ്ഞാൽ ട്രംപിനെ പേടി. ലോകാക്രമം മാറ്റിമറിക്കുമ്പോൾ അപ്പോൾ ട്രംപിനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ മറ്റ് ചെറിയ കവർ സ്റ്റോറികളായിട്ട് കൊടുത്തിട്ടുള്ളത് ശാസ്ത്രലോകത്തെ പുതിയ മുന്നേറ്റങ്ങൾ, പ്രശ്നങ്ങൾ ഒഴിയാതെ ലോകത്തിന്റെ ഫാർമസി, കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റുകളിലൂടെ ഇസ്രോയുടെ വിജയക്കുതിപ്പുകൾ. ഇങ്ങനെ 4 ചെറിയ കവർ സ്റ്റോറികൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സാം ഫോക്കസ്, PSC ഡിഗ്രി ലെവൽ പ്രിലിംസ്, സിവിൽ സർവീസ് പ്രിലിംസ്, SSC CGL എന്തോ എനിക്കറിയില്ല, പക്ഷെ പ്രിലിംസ് മറ്റേ സിവിൽ സർവീസിൻ്റെ. അപ്പം അതിൻ്റെയൊക്കെ PSCയും സിവിൽ സർവീസ് രണ്ടിൻ്റെയും പ്രിലിംസ്, PSC ഉണ്ട് സിവിൽ സർവീസും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയും എക്സാം ഫോക്കസ് ആയിട്ട്, അത് ജനറൽ നോളജ് ആയതുകൊണ്ട് അങ്ങനെ അവരതും കൂടെ കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ഉള്ളടക്കം പേജ്. ട്രംപ് ഭൂമിയുടെ മേളിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കവർ ഇതായിട്ട് കൊടുത്തിട്ടുള്ളത്. കവറല്ല, ആർട്ടിക്കിളിന് ഒരു പടമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഭൂമി മൊത്തം ഇപ്പോൾ ട്രംപിൻ്റെ കയ്യിലാണോ, ഒരു ഗോൾഫ് പിടിച്ചോണ്ടിരിക്കുന്നു. കൊള്ളാം. ട്രംപിന്റെ 2ാം ഊഴവും ലോകത്തിന്റെ ഭാവിയും. എല്ലാവരും ട്രംപിനെ പേടിച്ചോണ്ടിരിക്കുകയാണ്.
അല്ല നമ്മളെന്താ പറഞ്ഞാൽ ആര് ഭരണത്തിൽ വന്നാലും നമ്മളുടെ ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു നിയമം ഉണ്ടെങ്കിൽ അതിന് മേളിൽ കയറി ആർക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ട്രംപ് വന്നാലും നരേന്ദ്രമോദി വന്നാലും ആര് വന്നാലും നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഓഫ് ദ റെക്കോർഡ് പലതും നമുക്കറിയാലോ, പലതും ചെയ്യാം. പക്ഷേ ഓൺ റെക്കോർഡായിട്ട് അവർക്ക് എന്താ പറയുക നിയമങ്ങൾ അനുസരിച്ചും അങ്ങനെയൊക്കെ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ട്രംപിന് എന്താ ചെയ്യാൻ പോകുന്നത്? ട്രംപ് ഇപ്പോൾ വല്ല ഇന്ത്യയായിട്ടുള്ള വ്യാപാരങ്ങൾ നിർത്തുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലാണ് നമുക്ക് അഫക്റ്റ് ആവുന്നത്. ട്രംപിൻ്റെ രണ്ടാം മുഴുവൻ ലോകത്തിൻ്റെ ഭാവിയും അത് ഈ അമേരിക്കയെ മൊത്തം ഓവർ ദ ടോപ്പ് ഇമ്പോർട്ടൻസ് അമേരിക്ക കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഈ ട്രംപ് രണ്ടാം മുഴുവൻ ലോകത്തിൻ്റെ ഭാവി എന്ന് വെച്ചാൽ ട്രംപിൻ്റെ കയ്യിലോ അമേരിക്കയുടെ കയ്യിലാണോ ലോകത്തിൻ്റെ ഭാവി ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു പ്രതീതി ഉളവാക്കാൻ ഇങ്ങനത്തെ കവർ സ്റ്റോറികളും ഇങ്ങനത്തെ ഒരു ആർട്ടിക്കിളുകളൊക്കെ നമ്മളെ ഇത് ചെയ്യും, നമ്മളെ എന്താ പറയുക ബ്രെയിൻ വാഷ് ചെയ്യും. ശരിക്കും അമേരിക്ക തീർച്ചയായിട്ടും ഒരു ഇപ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. പക്ഷേ അവരാണ് ഫുള്ളി ലോകത്തിൻ്റെ ഭാവി മൊത്തം നിർണ്ണയിക്കുന്നതെന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്ന കൈയാണ്. അടുത്തത് ഫാർമ, വിവാദങ്ങൾ ഒഴിയാതെ ലോകത്തിൻ്റെ ഫാർമസി, എഴുതുന്നത് ദിൽന ദേവദാസ്. ട്രംപിനെ പറ്റി എഴുതുന്നത് രജീഷ് കുമാറാണ്. അടുത്തത് ബഡ്ജറ്റ്, കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റുകളിലൂടെ എഴുതുന്നത് ജി കെ ഡെസ്ക്. ജി കെ ഡെസ്ക് ചിലപ്പം ജി കെ ഡെസ്ക് എന്ന് പറയുന്നത് ഞാൻ ഓർത്ത് ജി കെ ഡെസ്ക് എന്നൊക്കെ ആർക്കെങ്കിലും പേര് വിടുന്നു. എനിക്കൊന്ന് ഇവരുടെ ജി കെക്കാരുടെ അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്ന് എഴുതുന്നതായിരിക്കും ജി കെ ഡെസ്ക് എന്ന് നടക്കുന്നത്. ജി കെ ഡെസ്ക് ഞാൻ പെട്ടെന്ന് ഒരാൾക്ക് ഡെസ്ക് എന്നൊക്കെ ആർക്കെങ്കിലും പേര് വിടും. പുതിയ വാതിലുകൾ തുറന്ന ISR എഴുതുന്നത് അഖിൽ തുളസീധരൻ. കുറ്റാന്വേഷണം രഹസ്യാന്വേഷണം, അത് കഴിഞ്ഞ ലക്കത്തിൽ, അതായത് എനിക്ക് ഫെബ്രുവരി ലക്കത്തിൽ കുറ്റാന്വേഷണം രഹസ്യാന്വേഷണം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇതുണ്ടായിരുന്നു. അരുൺകുമാർ KM ആണ് എഴുതുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതായത് ഇന്ത്യയിലുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ ഏതൊക്കെയാണ്, ഇപ്പോൾ CBI, അതുപോലെ ED, പിന്നെന്തുമായിരുന്നു, പിന്നെ റോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ കുറേ എന്താ പറയുക ഓരോന്ന് ഇപ്പം സൈബർ കേസ് അന്വേഷണത്തിന് പ്രത്യേകമുണ്ട്. ED എന്ന് പറയുമ്പോൾ ഫിനാൻസ് ആണ്, CBI അങ്ങനെയാണ്. പിന്നെ വെളിയിൽ എന്താ അന്വേഷിക്കാൻ വേണ്ടി റോ ഉണ്ട്, സീക്രട്ട് ഏജന്റ് ഉണ്ട്, പിന്നെ അതുപോലെ മിലിറ്ററി ഇൻ്റലിജൻസ് ഉണ്ട്. അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പേരും ചെറിയൊരു ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ 2 പാരഗ്രാഫ് അവരെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ. അതാണ് കുറ്റാന്വേഷണം രഹസ്യാന്വേഷണം എന്ന് പറയുന്ന ആ ടോപ്പിക്ക്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ മാസം വന്നുകൊണ്ട് എനിക്കത് അറിയാം, അതുകൊണ്ട് പറഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമെന്ന് അതിനകത്ത് കൊടുത്തിരുന്നു. സയൻസ് അലേർട്ട് 2024 ശാസ്ത്ര മുന്നേറ്റങ്ങൾ കേട്ടോ, PM സിദ്ധാർത്ഥ. അപ്പോൾ 2024 നടന്ന ശാസ്ത്രീയമായിട്ടുള്ള മുന്നേറ്റങ്ങൾ എന്തൊക്കെ 2000 എന്നുള്ളതിൻ്റെ റീക്യാപ്പാണ്. അതുകൂടാതെ സ്ഥിരം കോളംസാള ക്യുക്ക് റീഡ്സ്, റീപ്ലേ, ബുക്ക് ഷെൽഫ്, വോഗ്, ഫിയസ്ത, ഇയർമാർക്ക്, അപ്പർ ഹൗസ്, ഖരാക്ഷരങ്ങൾ, കറണ്ട് ഇവൻറ്റ്സ്, സ്പോർട്സ് ഗിൽഡ്, ഇതെല്ലാം സ്ഥിരം പങ്ക്തി. പിന്നെ എക്സാം ഫോക്കസ് എന്ന് പറയുന്നത് സ്ഥിരം പങ്ക്തികളാണ്. ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്, PSC ഡിഗ്രി ലെവൽ പ്രിലിംസ്, ജനറൽ ഇംഗ്ലീഷ്, സിവിൽ സർവീസ് പ്രിലിംസ്, SSC പോർട്ടൽ, കറണ്ട് അഫയേഴ്സ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ്. അപ്പോൾ ഇത്രയും എല്ലാം ഈ ഇപ്പം ഞാൻ അവസാനം വായിച്ചെല്ലാം സ്ഥിരം പങ്ക്തികളാണ്. അതിനകത്ത് ഇങ്ങനെ മാറി വരും. അപ്പം ട്രംപല്ല അമേരിക്കയാണ് ലോക പോലീസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആൾക്കാർ അമേരിക്ക എന്തോ ലോക പോലീസാണോ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ട്രംപ് എന്താ പറയുക ബരാക്ക് ഒബാമ ഉണ്ടായിരുന്ന സമയത്ത്, എന്താ പറയുക ജോർജ് ബുഷ് ഉണ്ടായിരുന്ന സമയത്ത് അവരെന്താ ചെയ്താൽ അതൊക്കെ തന്നെ ട്രംപിനും ചെയ്യാൻ പറ്റൂ. എന്താ പറഞ്ഞാൽ എന്തെങ്കിലും ദ്രോഹം ചെയ്യാൻ പറ്റത്തില്ല, എന്തെങ്കിലും നല്ലതും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലാതെ അമേരിക്കയൊന്നും അല്ല ലോകത്തിൻ്റെ എന്താ പറയുക കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമേരിക്ക ഒറ്റയ്ക്കിരുന്നല്ല എന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അങ്ങനെ നമ്മൾ ഈ അമേരിക്ക അതെന്ത് സംബന്ധിച്ച് ഇംഗ്ലീഷ് ഭാഷയാണല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ലോകം മൊത്തം ഇംഗ്ലീഷ്, ഇപ്പം എനിക്ക് ഇംഗ്ലീഷ് അറിയാം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, ഇതുപോലെ ലോകത്ത് മൊത്തം ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർ കൂടുതലായതുകൊണ്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും പിന്നെ ഈ ബ്രിട്ടീഷുകാർ മറ്റേ പണ്ട് സൂര്യസ്തമിക്കാത്ത രാജ്യമായതുകൊണ്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഉണ്ടായതുകൊണ്ട് ഇംഗ്ലീഷ് എഴുതുന്ന ഒരാൾ ഇപ്പോൾ സ്റ്റീഫൻ കിങ് അപ്പോൾ ഒരു ഹൊറർ എഴുതുന്ന ആളാണ്. പക്ഷേ ആ പുള്ളി ലോക ഫേമസ് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഇംഗ്ലീഷിൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു. അതേ കണക്ക് ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ വല്ല ഫിലിപ്പീൻസിലോ തായ്ലൻഡിലോ വല്ല എന്താ പറയുക ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തൊക്കെ ഇതിലും വലിയ അക്രമവും അനീതിയും അലമ്പ് കച്ചറ എല്ലാം നടന്നാലും ആരും അറിയത്തില്ല. കാരണം അവരുടെ ബ്രസീലിയൻ ഭാഷയായിരിക്കും അത് ചർച്ച ചെയ്യുന്നതും. ഇതിപ്പോൾ കേരളത്തിലൊരു വിഷയം മലയാളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് അത്ര ഭയങ്കര വലിയ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ പിന്നെ നാഷണൽ ന്യൂസിലൊക്കെ വരത്തുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും ന്യൂസ് കേരളത്തിൽ നടക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലും എല്ലാം ഇംഗ്ലീഷിലാണ് അവർ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരു ന്യൂസ് ചാനലൊക്കെ നമ്മളിരുന്ന് കാണും. കാര്യം എന്ന് വെച്ചാൽ
എന്താ പറഞ്ഞാൽ BBC ആണെങ്കിലും മറ്റ് ന്യൂസ് ചാനലുകളെല്ലാം നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇരുന്ന് കാണും, അല്ലെങ്കിൽ അവിടുത്തെ യൂട്യൂബേഴ്സൊക്കെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നമ്മളത് കാണും. അതിലും നോളജ് ആയിട്ടുള്ള ആൾക്കാർ തായ്ലൻഡ് ഭാഷയിൽ എന്തെങ്കിലും ഇട്ടാൽ നമ്മൾ കാണാൻ പറ്റത്തില്ല, നമുക്ക് അറിയത്തില്ല അവരുടെ ലാംഗ്വേജ്. അപ്പോൾ അതുകൊണ്ടുള്ള ഇംഗ്ലീഷിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ ഇംഗ്ലീഷ് അറിയാവുന്ന അമേരിക്കയ്ക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ കൂടുതൽ കിട്ടുന്നുണ്ട്. നമ്മുടെ വിചാരം അമേരിക്കയാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അമേരിക്കയിലാണ് എല്ലാം നടക്കുന്നത്, അമേരിക്കയെ പറ്റിയാണ് അവിടെ നടക്കുന്ന റേസിസം, അവിടെ നടക്കുന്ന ഫെമിനിസം, അവിടെ നടക്കുന്ന യൂണിവേഴ്സിറ്റി നടക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം നമുക്കൊരു അവയർനെസ് ഉണ്ട്. അപ്പോൾ പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങളിലും ഇതെല്ലാം നടക്കുന്നുണ്ടോ, എന്താ നടക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം അതൊക്കെ അവരുടെ ലാംഗ്വേജിലാണ്. ഈവൻ തമിഴ്നാട്ടിൽ എന്താണ് ഓരോ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും നടക്കുന്നത് നമുക്കറിയത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അവർ തമിഴ് ന്യൂസിൽ അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും. അവിടെ എന്തെങ്കിലും എന്താ പറഞ്ഞാൽ അവിടുത്തെ SFIയും എന്താ പറഞ്ഞാൽ KSU കൂടെ അവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നത് അവിടുത്തെ DMK-യിലെ യുവജനങ്ങളും മറ്റേ പാർട്ടിയിലെ യുവജനങ്ങളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും വഴക്കൊക്കെ ഉണ്ടാക്കിയാൽ അവിടെ അത് ന്യൂസായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ പിള്ളേർ ഉണ്ടാക്കുന്ന കച്ചറകളും SFIയുടെ വഴക്കൊക്കെയാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പം നമുക്ക് കേരളത്തിൽ നടക്കുന്ന കാര്യവും പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നടക്കുന്ന കാര്യങ്ങൾക്കും കുറച്ച് എന്താ പറഞ്ഞാൽ നമുക്ക് ആ ലാംഗ്വേജ് അറിയാവുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ഇൻഡെപ്ത് കിട്ടുന്നതാണ്. ബാക്കിയുള്ള രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തുള്ളതുപോലൊക്കെ തന്നെ അല്ലെങ്കിൽ അമേരിക്ക നടക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റ് രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല, നമ്മുടെ ലാംഗ്വേജ് ബാരിയർ ഉണ്ടായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇത് കിട്ടും, ഒരു ഇതുണ്ട്. അതായത് അമേരിക്ക അത്ര ഇമ്പോർട്ടൻറ്റ്. അമേരിക്ക തീർച്ചയായിട്ടും ഒരു പവർഫുൾ രാജ്യമാണ്. പക്ഷേ അത് എന്ന് കരുതി അർഹിക്കുന്നതിൽ കൂടുതൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അമേരിക്കയാണ് ലോകം മൊത്തം കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അമേരിക്ക ഒരു ഇമ്പോർട്ടൻ്റ് രാജ്യമാണ്. ഇപ്പോൾ ചൈനയും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ അടുത്തത് കലാകൗമുദിയാണ്. ഫെബ്രുവരി 26 തൊട്ട് 23 വരെയാണ്. അപ്പോൾ കലാകൗമുദിയുടെ പ്രത്യേകത, കലാകൗമുദി കുറച്ച് വൈകി മാത്രമേ വരത്തുള്ളൂ. പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചാണ് വരുന്നത്. നമ്മുടെ ഈ ബുക്ക് സ്റ്റോളിലോട്ടെ അവർ 2-3 ആഴ്ചത്തെ ഒന്നിച്ചാണ് വരുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഇനി വരത്തേ ഉള്ളൂ മാർച്ചിലേക്ക്. അപ്പോൾ ഇത് ഫെബ്രുവരി 23 വരെയുള്ള കലാകൗമുദിയാണ്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം മാർച്ചാണ്. ഇത് ഫെബ്രുവരി 23 വരെ, 16 തൊട്ട് 23 വരെ. അപ്പോൾ കവർ സ്റ്റോറി കൊടുത്തിരിക്കുന്നത് നമ്മുടെ അരവിന്ദ് കെജ്രിവാളാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ സ്റ്റാർട്ടപ്പ് മിഷന്റെ പതനം. എന്തായാലും സ്റ്റാർട്ടപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. PK സുരേഷ് ബാബു, KP രാജീവൻ രണ്ടുപേര് ചേർന്നാണ് ആർട്ടിക്കിൾ എഴുതുന്നത്. കൂടാതെ മറ്റ് കവർ സ്റ്റോറികൾ മറിഞ്ഞ വള്ളത്തിൽ പിടിച്ച് കിടന്ന് രക്ഷപ്പെട്ട MD മോഹൻദാസ് സൂര്യനാരായണൻ. അപ്പോൾ MDയെ പറ്റിയുള്ള അനുഭവം. തരം മാറ്റം തീർപ്പാക്കിയാൽ കരം ഇരട്ടിച്ചതിനേക്കാൾ കിട്ടില്ലേ ധനമന്ത്രി P ഹരികുമാറാണ് എഴുതുന്നത്. കുടിയേറ്റക്കാരെ തിരിച്ചയച്ച ട്രംപ് വിയർക്കും. പ്രിയ കൃഷ്ണൻ, ടെക്സാസ്. പ്രിയ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ടെക്സാസിലുള്ള ഒരു ടീമാണ്. അപ്പോൾ പുള്ളിക്കാരി എഴുതുന്നത് കുടിയേറ്റക്കാരെ തിരിച്ചയച്ച ട്രംപ് വിയർക്കും. അതായിരിക്കും മറ്റേ ട്രംപിന്റെ കാര്യം. ലോകത്തിന്റെ ഭാവി അവിടെയുള്ള കുറച്ച് കുടിയേറ്റക്കാരെ തിരിച്ചയച്ച ഉടനെ ലോകത്തിന്റെ ഭാവി മൊത്തം മാറുമെന്നാണ്. അവന്മാർക്ക് ലോകത്തെ പറ്റി ഒരു ധാരണയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ പറയുന്നുള്ളത്. അപ്പോൾ പിന്നെ മാത്രമേ എനിക്കും വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ ജിയോ പൊളിറ്റിക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജിയോ പൊളിറ്റിക്സ് അറിയാതെ വെറുതെ അമേരിക്കയെ മാത്രമേ നോക്കിയുള്ളൂ. അമേരിക്ക മാത്രമല്ല ലോകം. അടുത്തത് ഇതിൻ്റെ ആർട്ടിക്കിളും കവിത. ഒരു നോവലുണ്ട്, ജോൺ സാമുവൽ എഴുതുന്ന ഒരു നോവലുണ്ട്. പിന്നെ കവിതകളാണ് ബാക്കി സ്ഥിരം പങ്ക്തികളും. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളുടെ പേരുകൾ വായിക്കാം. മറിഞ്ഞ തോണിയിൽ മുറുകെ പിടിച്ച് കിടന്ന MD എഴുതുന്നത് മോഹൻദാസ് സൂര്യനാരായണൻ. തരം മാറ്റം തീർപ്പാക്കിയാൽ കരം ഇരട്ടിയാക്കിയതിനേക്കാൾ കിട്ടില്ലേ ധനമന്ത്രി എഴുതുന്നത് P ഹരികുമാർ. തിരിച്ചയക്കാൻ എളുപ്പം, കരകയറാൻ ട്രംപ് വിയർക്കും പ്രിയ ഉണ്ണികൃഷ്ണൻ. എന്തുവാണ് എഴുതുന്നതെന്ന് വായിച്ചു നോക്കണം. എന്തായാലും ട്രംപിനെ പറ്റി. തിരിച്ചയക്കാൻ എളുപ്പം, കരകയറാൻ ട്രംപ് വിയർക്കുമെന്ന്. ട്രംപിന് ഇനി അവസരമില്ല. 2 വട്ടേ പ്രസിഡന്റ് ആവാൻ പറ്റൂ. ട്രംപിനെ എന്ത് ചെയ്തിട്ടും ട്രംപിനെ അധികാരത്തിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 2 വട്ടേ പുള്ളിക്ക് എന്തായാലും പ്രസിഡന്റ് ആയിട്ടിരിക്കാൻ പറ്റും. പുള്ളി എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും. വായിച്ചു തീരാത്ത മുസലിയാർ എഴുതുന്നത് MJ ബാബു. പ്രൊഫസർ ചെറുവയൽ രാമനും സംഗമഗ്രാമം മാധവനും എഴുതുന്നത് പായിപ്ര രാധാകൃഷ്ണൻ. ഒരു രാഷ്ട്രീയ സ്റ്റാർട്ടപ്പ് മിഷന്റെ പതനം PK സുരേഷ് ബാബു. അത് എഴുതുന്നത് PK സുരേഷ് ബാബു എഴുതുന്നത് ഒരു രാഷ്ട്രീയ സ്റ്റാർട്ടപ്പ് മിഷന്റെ പതനം. അത് അരവിന്ദ് കെജ്രിവാളിന്റെ AAPയെ പറ്റിയുള്ള സംഭവം. തിരിച്ചുവരവോ ബദലോ എഴുതുന്നത് KP രാജീവൻ. ഗവേഷണത്തിന് പണമിറക്കാതെ എങ്ങനെ വികസിത രാജ്യമാകും VR അജിത് കുമാർ. അത് ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്.
ഇന്ത്യയിൽ എന്തുകൊണ്ട് ശാസ്ത്രം വികസിക്കുന്നില്ല എന്നുള്ളത് അതാണ് ഡിസ്കസ് ചെയ്യുന്ന തോന്നുന്നു. ഗവേഷണത്തിന് പണം ഇറക്കാതെ എങ്ങനെ വികസിത രാജ്യമാവും ഇന്ത്യക്ക്? അതായത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പേറ്റൻസ് വാങ്ങിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് ഒറിജിനൽ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നില്ല. അതായത് അവിടെ ഒരു കണ്ടുപിടുത്തം അമേരിക്കയിലോ ബ്രിട്ടനിലോ അല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും കണ്ടുപിടിക്കുന്ന ഒരു സാധനം, അതൊരു ഗുളികയായാലും മരുന്നായാലും എല്ലാം നമ്മൾ ഇവിടെ ഇപ്പോൾ ഐഫോൺ ആണെങ്കിലും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷെ ഒറിജിനൽ അവരുടെ ഡിസൈനും അവരുടെ ഇതുമൊക്കെ നമ്മൾ കടം വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് അവരുണ്ടാക്കുന്ന സാധനങ്ങളുടെ, അപ്പോൾ അവർക്കും കൂടെ ഒരു പൈസ പോകുന്നുണ്ട്. അതായത് നമ്മൾ എന്ത് സാധനം വിറ്റാലും അതിൻ്റെ ഒരു കമ്മീഷൻ അവർക്ക് പോകും. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ എന്താ പറയുക, ഒറിജിനൽ സാധനം ഉണ്ടാക്കിയത് അവരാണ്, അവരിലാണ് അതിൻ്റെ പേറ്റന്റ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ആ ഡിസൈൻ ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തനതായിട്ടുള്ള, അതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും നമ്മുടെ IIT എന്തെങ്കിലും വികസിപ്പിച്ചെടുത്തു അല്ലെങ്കിൽ നമ്മളുടെ ഇത് എന്തെങ്കിലും വികസിപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞ് പത്രത്തിൽ ഒരു ചെറിയ കോളം വാർത്തയൊക്കെ വരും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അതിനെപ്പറ്റി ഒരു ഇതുമില്ല. പിള്ളേർ എന്തെങ്കിലുമൊക്കെ വികസിപ്പിച്ചെടുത്തു, അവിടെ പോയപ്പോൾ എന്തായിരുന്നു സയൻസ് എക്സിബിഷൻ അത് ഇത് എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ചെറിയ കോളം വാർത്ത വരുന്നതല്ലാതെ ലോകത്ത് ഒറിജിനലായിട്ടൊരു സാധനം നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ പൈസ നമുക്ക് ഇങ്ങോട്ട് കിട്ടൂ. നമ്മൾ അത് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള അവന്മാരെ ഉണ്ടാക്കി വിറ്റോളും. അതായത് ബാക്കിയുള്ള രാജ്യക്കാർ അത് വാങ്ങിച്ച് ഉണ്ടാക്കി വിറ്റോളും. പക്ഷെ അതിൻ്റെ എന്താ പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി IP നമ്മുടെ കയ്യിലാണെങ്കിൽ ഇന്ത്യക്ക് ഇങ്ങോട്ട് പൈസ ഒഴുകിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിലും IPയുടെ പൈസ മൊത്തം ഇന്ത്യയിൽ നിന്ന് വെളിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഗവേഷണത്തിന് പൈസ മുടക്കി പുതിയതായിട്ടുള്ള എന്തെങ്കിലും, ഇപ്പം ചൈന DeepSeek കൊണ്ടുവന്നു, അമേരിക്ക ChatGPT കൊണ്ടുവന്നു. അപ്പോൾ ChatGPT ഒക്കെ നമ്മളിവിടെ ഉപയോഗിക്കുമ്പോൾ പൈസ കിട്ടുന്നത് അമേരിക്കയ്ക്കാണ്. ഇവിടെ ഫേസ്ബുക്കിൽ വലിയ എന്താ പറയുക രാഷ്ട്രീയ വലിയ ചർച്ചകളൊക്കെ നടത്തുമ്പോൾ പൈസ കിട്ടുന്നത് ഫേസ്ബുക്ക് അമേരിക്കയ്ക്കാണ്. നമ്മൾ എന്ത് പോസ്റ്റ് ഇട്ടാലും പൈസ കിട്ടുന്നത് അമേരിക്കയാണ്, ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാം. അപ്പോൾ ഒറിജിനൽ സംതിങ് വി ഹാവ് ടു ഡെവലപ്പ് സംതിങ് ഒറിജിനൽ സോ ദാറ്റ് നമുക്ക് വെറുതെ ഇരുന്ന് പൈസ കിട്ടും. IP നമ്മുടെ കയ്യിലാണെങ്കിൽ, ഇന്ത്യയിലായിട്ടാണെങ്കിൽ, അല്ലാതെ നമ്മുടെ വെച്ചാൽ നമ്മളെ വ്യക്തികളല്ല, ഇന്ത്യ ആസ് എ കൺട്രി. സോ ഐ ലവ് മൈ കൺട്രി. സോ ഗവേഷണം, ഇന്ത്യയിലേക്ക് ഒറിജിനൽ സാധനങ്ങൾ വേണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഗവേഷണത്തിന് പണം ഇറക്കാതെ എങ്ങനെ വികസിത രാജ്യമാകും? എഴുതുന്നത് VR അജിത് കുമാർ. മാർഗഴിയിൽ രുചിയുള്ള പാട്ടും പുട്ടും, രാധിക RB എഴുതുന്നു. ആരാണ് കത്തി, ആരാണ് കരി, മിനുക്ക് ആർക്ക്? കലാമണ്ഡലം അഭിതാനാഥ് B എഴുതുന്നു. ഭൂമി മുഴുവനും തെളിഞ്ഞു കാണുന്നൊരു വാക്ക്, പത്മദാസ് എഴുതുന്നു. ആ നക്സൽ കൊല വെള്ളത്തൂവൽ സ്റ്റീഫൻ നേതാവാകാൻ, S ജഗദീഷ് ബാബു. അത് നക്സൽസത്തെ പറ്റിയുള്ള എന്തോ സംഭവമാണ്, എന്തോ ഹിസ്റ്ററിയാണ്. വഴപാടും കരിക്കു കച്ചവടവും ഡിജിറ്റലാണ്, ഓർക്കുക. വഴപാട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വഴപാടെന്ന് വെച്ചാൽ വഴിപാടെന്നാണോ ഇനിയെന്ന് അറിയില്ല. വഴപാടെന്ന് നടക്കുന്നു. വഴപാടും കരിക്കു കച്ചവടം മനസ്സിലായി, കരിക്കിൻ്റെ കച്ചവടം ഡിജിറ്റലാണ്, ഓർക്കുക. എഴുതുന്നത് R ജീവൻകുമാർ. അടുത്ത കവിതകളാണ്. കവിതകളുടെ പേര് കൊടുത്തിട്ടില്ല, എഴുതുന്ന ആൾക്കാരുടെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എഴുതുന്ന ആൾക്കാരുടെ പേരുകൾ മാത്രം വായിക്കുകയാണ്. ഏഴാച്ചേരി രാമചന്ദ്രൻ, അത് ഇദ്ദേഹമാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ കവിതയുടെ പേര് പാലാവെയിലും കൊട്ടിയൂരാച്ചാമയും. പാലാവെയിലും കൊട്ടിയൂരച്ചാമയും എന്ന് പറഞ്ഞ കവിത, അത് എഴുതുന്നത് ഏഴാച്ചേരി രാമചന്ദ്രൻ. അതാണ് കവറിൻ്റെ ബാക്ക് കവറിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഫ്രണ്ട് കവറിൻ്റെ ബാക്കിൽ അതാണ് വന്നിട്ടുള്ളത്. അതുകൂടാതെ മറ്റ് കവിതകൾ എഴുതുന്ന ആൾക്കാരുടെ പേരാണ് പറയുന്നത്. അരുൺകുമാർ അന്നൂർ, ഡോക്ടർ പത്മകുമാർ ക്ലാപ്പന, ബിന്ദു ജഗദീഷ്, ഹരിശങ്കർ ശ്രീധരൻ, ജയറാം വാഴൂർ, ഉദയൻ, വിജയൻ പാവുമ്പ, ബിന്ദു GG, ഡോക്ടർ രശ്മി, ഡോക്ടർ ജയശ്രീ I, പിന്നെ രശ്മി. നോവൽ എഴുതുന്നത് ജോൺ സാമുവലസ്, സ്വാഭാവികമായിട്ടും സീരിയലിസ്റ്റായിരിക്കും. പിന്നെ സ്ഥിരം പങ്ക്തിയായിട്ടുള്ള ധർമ്മപദം എഴുതുന്നത് മങ്ങാട് ബാലചന്ദ്രൻ. കാലത്തിൻ്റെ നേർസാക്ഷികൾ എഴുതുന്നത് D പ്രദീപ് കുമാറും K ഹേമലതയും. അനുഭവം എഴുതുന്നത് സെയ്ഫ് ചക്കുവള്ളി. യാത്രാവിവരണം എഴുതുന്നത് ഡോക്ടർ വള്ളിക്കാട് മോഹദാസ്. പിന്നെ പുതിയ പുസ്തകങ്ങൾ, അത് പുസ്തക പരിചയം എന്നും പറഞ്ഞുകൊണ്ട് ഭാഷാഭൂഷണിയിലും മാതൃഭൂമിയിലും വരുന്നുണ്ട്. അതുപോലെ കാർട്ടൂൺ സുരേഷ് കുമാർ വരയ്ക്കുന്ന കാർട്ടൂൺ. ഇമേജ് ബുക്ക് ദത്തൻ പുല്ലൂർ, അതായത് ഫോട്ടോഗ്രാഫിയാണ്. ഇമേജ് ബുക്ക് ദത്തൻ പുല്ലൂർ. കലാകൗമുദി ഫെബ്രുവരി 16 തൊട്ട് 23 വരെ. അതുകൂടാതെ ഇപ്പോൾ ബാക്ക് കവറിൽ ഒരു പരസ്യം കൊടുത്തിരിക്കുന്നു. കലാകൗമുദിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ കലാകൗമുദിയിൽ വരുന്ന ആർട്ടിക്കിളുകളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ അറിയണമെങ്കിൽ കൗമുദിയുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. സബ്സ്ക്രൈബ് നൗ എന്ന് കൊടുത്തിരിക്കുന്നു. കലാകൗമുദി തന്നെ, കലാകൗമുദി ന്യൂസ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പം താല്പര്യമുള്ളവർക്ക് കലാകൗമുദിയുടെ
ന്യൂസ് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന ആർട്ടിക്കിളൊക്കെ വീഡിയോ ഫോർമാറ്റിൽ അറിയണമെങ്കിൽ കലാഭവൻ്റെ യൂട്യൂബ് ചാനലിൽ ചെന്നാൽ മതി. അപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രം. ഫെബ്രുവരി 16 തൊട്ട് 23 വരെ 2025. അടുത്തത് ഹാസ്യ കൈരളിയാണ്. അത് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന മാഗസീനാണ്. ഇതിനകത്ത് പിന്നെ ഉള്ളടക്കം പേജില്ല, അതുകൊണ്ട് കവർ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതിന് ഉള്ളടക്കം പേജില്ല, തമാശകൾ മാത്രം. പെണ്ണൊരുമ്പെട്ടാൽ, ചുഴലിക്കാറ്റിനൊരു പേര്, കുന്തിദേവിയുടെ ഊഴം, ഹാപ്പി വാളിയേഴ്സ് ഡേ, ഇരട്ടച്ചങ്കൻ, ഇത്രയൊക്കെയാണ് കവറിൽ അവർ എഴുതിയിരിക്കും. ഇതെല്ലാം ഒരുമാതിരി ഫലിത ബന്ധുക്കളുടെ തലക്കെട്ടുകളാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്തോ വലിയ ആർട്ടിക്കിളോ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിക്കും. പക്ഷേ എന്താ പറയുക, എല്ലാം ഒരുമാതിരി തമാശയുടെ ടൈറ്റിലുകളാണ്. ഇതിനകത്ത് വെറുതെ ഫലിത ബന്ധുക്കളും കാർട്ടൂണുകളും മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. 10 മിനിറ്റ് പോലും വേണ്ട വായിച്ചെടുക്കാൻ, വെറുതെ ഇതിനെ മറിച്ചൊരു ചോദ്യം. അടുത്തത് വീക്ക് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതാണ്. കുറച്ച് സ്റ്റാൻഡേർഡുള്ള മാഗസീനാണ്, ഇംഗ്ലീഷിൽ. ഇവിടെ അവൈലബിൾ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് കവർ സ്റ്റോറി ഒരാളുടെ പടം കൊടുത്തിരിക്കുന്നു. ഉജ്വൽ നിക്കാം, ലോയർ ഹു സ്പോട്ടഡ് റാണാസ് റോൾ. ഹീ ഈസ് കീ ടു എൻറ്റയർ കോൺസ്പിറസി, നോട്ട് ജസ്റ്റ് 26/11. എ ലോങ് വെയിറ്റ് ഫോർ ഫാമിലീസ് ഓഫ് വിക്ടിംസ്. 26/11 മുംബൈ അറ്റാക്കിനെ പറ്റിയുള്ള എന്തോ ആർട്ടിക്കിളാണ്. ഉജ്വൽ നിക്കം എന്നാണ് ഈ കവറിലുള്ള ആളുടെ പേര്, ഉജ്വൽ നിക്കൽ. അദ്ദേഹം ലോയർ ഹു സ്പോട്ടഡ് റാണാസ് റോൾ. ഓക്കെ, റാണ എന്ന് പറയുന്ന ആളുടെ റോള് സ്പോട്ട് ചെയ്ത ലോയറാണ് ഉജ്വൽ നിക്കം. അപ്പോൾ അദ്ദേഹമാണ് കവറായിട്ട് വന്നിട്ടുള്ളത്. ഇവിൽ പ്ലോട്ട് ഓഫ് ഡോക്ടർ ഡെത്ത്. FBI wiretaps catch Tahawar Rana discussing hit on National Defense College, Somnath, Bollywood and Denmark after Mumbai attacks. ഓ, തഹാർ റാണ എന്ന് തോന്നുന്നു കേട്ടോ. ഈ കവർ കൊടുത്തിട്ടുള്ള തഹാർ റാണയാണെന്നാണ് എനിക്ക് തോന്നുന്നു. കൺഫേം ചെയ്യേണ്ടിയിരിക്കുന്നു. തഹാർ റാണയാണോ മറ്റേ ഉജ്വൽ ഇതാണോ? മേക്കിംഗ് തഹാർ റാണ അക്കൗണ്ടബിൾ. ഹിസ് അൺഫോൾഡിംഗ് സ്റ്റോറി പെയിൻസ് എ ചില്ലിംഗ് പിക്ചർ ഓഫ് an operative with military training, one who blended in as a successful immigrant in the West while using his privilege to facilitate mass murders. With the Indian authority expediting the paperwork to bring him to Delhi, Rana's defense seems both inadequate and too late. Plus, the 26/11 victims remain vengeful yet without hope. Rana's extradition hinge on how quickly Indian authorities are able to proceed in matter. Interview. NIA will try Rana for charges that have not been disclosed. Ujjal Nikam, prosecutor. അപ്പോൾ ഉജ്ജൽ നിക്കൽ എന്ന് പറഞ്ഞത് റാണയ്ക്കെതിരെ എനിക്ക് തോന്നുന്നു റാണ ഫോർ ചാർജസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു റാണയ്ക്കെതിരെ വാദിക്കുന്ന വക്കീലാണെന്ന് തോന്നുന്നു ഉജ്ജൽ നിക്കൽ. പക്ഷെ അതല്ല കവറിലുള്ളത്. അതാണ് കവറിലുള്ളത്. എന്താ, ഞാൻ ആദ്യം ഈ സൈഡിലുള്ളത് വായിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് ലോയറിൻ്റെ പടമാണ്. അല്ലല്ല, ഇത് തഹ്വർ റാണ എന്ന് പറയുന്ന ആളാണ്. അപ്പം എനിക്ക് എൻ്റെ ജനറൽ നോളജ് വീക്ക് ആയതുകൊണ്ടാണ് പുള്ളി എനിക്ക് പരിചയമില്ലാത്തത്. അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാണ് ഇയാൾ ടെററിസ്റ്റ് ആണോ, ടെററിസ്റ്റ് അല്ലേ. റാണ, പുള്ളിയുടെ പേര് തഹൂർ റാണ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയാണ് ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ്. ഏതിൻ്റെ? ഈ 26/11 മുംബൈ താജ് ഹോട്ടലിലൊക്കെ നടന്ന അറ്റാക്ക്. അവിടെ 5-6 സ്ഥലത്ത് ഒന്നിച്ച് അവിടെ അറ്റാക്ക് ചെയ്ത്. അതിനകത്താണ് ഈ എന്താ പറയുക, ഈ കഷപ്പിൻ്റെ ഫോട്ടോ, കഷപ്പ് ഫേമസ് ആയത്. കഷപ്പ്, ടെററിസ്റ്റ് ആയിട്ടുള്ള കഷപ്പ്. അവരെ 3-4 സ്ഥലത്ത് ഒന്നിച്ച് അറ്റാക്ക് നടന്നത്. അപ്പോൾ അതിന് ഇത് എക്സ്ട്രഡിഷൻ ഓഫ് തഹവാർ റാണ, whom US President Donald Trump called a very violent man, could tie loose ends related to 26/11 and lead to uncovering a valuable intelligence on attacks planned on India thereafter. അപ്പോൾ ഇയാളൊരു ടെററിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹമാണ് കവറായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യക്ക് ഇപ്പോൾ അദ്ദേഹം എനിക്കൊന്ന് US ജയിലിലോ സംതിങ് ആണ്. അപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യയിലോട്ട് തരുന്നു. നമുക്കൊക്കെ അന്വേഷിക്കാം അദ്ദേഹത്തെ പറ്റി ഡീറ്റെയിൽസ് ചോദ്യം ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ത്യയിൽ ചിലപ്പം ട്രയൽ ചെയ്ത് ശിക്ഷിക്കുമായിരിക്കും. എന്തായാലും കൊള്ളാം. എന്തായാലും ടെററിസ്റ്റുകളെ പിടിക്കണം, അത് വേറെ വിഷയം. റാണ ഞാനിപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. കൊള്ളാം. കണ്ടൻസ്, ഇതാണ് കണ്ടന്റ് പേജ്, ഉള്ളടക്കം പേജ്. അപ്പോൾ ഉള്ളടക്കത്തിൽ ഞാൻ റാണയെ പറ്റിയുള്ളത് വായിച്ചു. അതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന് റാണയെ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള റൈറ്റപ്പ്. പിന്നെ അതുകൂടാതെ 26/11 മുംബൈ അറ്റാക്കിലുള്ള വിക്ടിംസിൻ്റെ എന്താ പറയുക, വിക്ടിംസിൻ്റെ ബന്ധുക്കളെ പറ്റിയുള്ള റൈറ്റപ്പ്. പിന്നെ ഒരു ഉജ്വൽ നിക്കം എന്ന് പറയുന്ന ഒരു ലോയറിൻ്റെ അഭിമുഖം. അദ്ദേഹം റാണയ്ക്കെതിരെ അപ്പിയർ ചെയ്യുന്ന ലോയറാണ്. അപ്പോൾ ഇൻ്റർവ്യൂ, അടുത്ത മറ്റ് കണ്ടന്റുകളാണ്. ഇൻ്റർവ്യൂ.
ഒഡീഷ ക്യാൻ സർപ്പാസ് റീജിയണൽ കൗണ്ടർ പാർട്സ് ഇൻ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ചീഫ് മിനിസ്റ്റർ മോഹൻ ചരൺ മജ്ഹി. മോഹൻ ചരാൻ മജ്ഹി. മോഹൻ ചരൺ മഹിജി എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ ഒഡീസ മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഇന്റർവ്യൂ ആണ്. അടുത്തത് ഡൽഹി. ഈച്ച് അപ്പോയിൻമെന്റ് ടു ഡൽഹി ക്യാബിനറ്റ് ഹാസ് ബീൻ മെയ്ഡ് വിത്ത് ആൻ ഐ ഓൺ പോൾസ് ഇൻ ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് പഞ്ചാബ്. അടുത്തത് വെസ്റ്റ് ഏഷ്യ. ലെബനോൺ അഷേഴ്സ് ഇൻ എ ന്യൂ ചാപ്റ്റർ വിത്ത് ദ ഡെത്ത് ഓഫ് ഹെബ്സുള്ള ലീഡർ ഹസൻ നസറുള്ളയെ അദ്ദേഹം ഹെബ്സുള്ളയുടെ ലീഡറാണ്. അപ്പോൾ അദ്ദേഹത്തെ അടുത്തിടയ്ക്ക് ഉന്മൂലനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു റൈറ്റപ്പാണ്. അപ്പം ലെബനോണിലെ കാര്യങ്ങൾ ഇനി അങ്ങനെയായിരിക്കും, ലെബനോന് വെച്ചായിരിക്കും ഇത് ചെയ്തത്. അൺടോൾഡ് സ്റ്റോറീസ്. ഹൗ തെലങ്കാന പ്ലാൻസ് ടു റീഡെവലപ്പ് വരാങ്കൽസ് മന്നൂർ എയർപോർട്ട് ബിൽറ്റ് ബൈ ദ നിസാം ആൻഡ് ഡിസ്ട്രോയ്ഡ് ഡ്യൂറിംഗ് ഹൈദരാബാദ് annexation in 1948. Okay, how Telangana plans to redevelop Warangal's Mamnoor Airport built by Nizam and destroyed during ഹൈദരാബാദിന്റെ അനക്സേഷന്റെ സമയത്ത് നശിച്ചു പോയ നംനൂർ എയർപോർട്ട് തെലങ്കാന ഇപ്പോൾ റീബിൽഡ് ചെയ്യാൻ പോകും. അപ്പോൾ അതിനെ പറ്റിയുള്ള റൈറ്റപ്പ്. വൈൽഡ് കൺസർവേഷൻ. ലക്ഷ്മി once forced to beg on Mumbai streets found home and freedom at an elephant conservation and care center in മധുര. ലക്ഷ്മി ഒരു ആനയുടെ പേരാണ്. പുള്ളിക്കാരി തെണ്ടി നടന്നു മുംബൈയിലെ സ്ട്രീറ്റ്സിലൂടെ. ഒരു ആനയൊക്കെ അങ്ങനെ നടക്കാൻ പറ്റും. ഒരുപാട് പശുവൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഈ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പശുക്കളൊക്കെ വെറുതെ വഴി കൂടെ നടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര. അപ്പോൾ ആൾക്കാരൊക്കെ എന്തെങ്കിലും കൊടുക്കും, ഒരു ദൈവം എന്നൊക്കെ ഉണ്ട്, ഒരു ഇതുണ്ടായുണ്ട്. അപ്പോൾ അങ്ങനെ അമ്പലത്തിൻ്റെ പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ തേരാപ്പാര നടക്കും ലോക്കലി. ഒരു ആന ഇങ്ങനെ തേരാപ്പാര നടക്കും എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കും. ലക്ഷ്മി വൺസ് ഫോഴ്സ് ടു ബെഗ് ഓൺ മുംബൈ സ്ട്രീറ്റ്സ്. മുംബൈയിലെ സ്ട്രീറ്റിലൂടെ തെണ്ടി തിരിഞ്ഞ് നടന്ന ലക്ഷ്മി എന്ന് പറയുന്ന പാവം കാട്ടാനയെ അല്ലെങ്കിൽ ആനയെ കൺസർവേഷൻ സെൻറ്ററിൽ എത്തിച്ചിരിക്കുകയാണ്. അതേ പറ്റുള്ള റൈറ്റ്. ഒരു ആനയ്ക്കൊക്കെ അങ്ങനെ നടക്കാൻ പറ്റൂ, തേരാപ്പാര പശു നടക്കുന്ന പോലെ. ഒരിക്കത്തിലായിരിക്കും ആർക്കും ഐ ഡോണ്ട് നോ. അടുത്ത സ്ഥിരം പങ്ക്തികൾ. പവർ ഡ്രൈവ് എഴുതുന്ന ആർ പ്രസന്നൻ, റൈറ്റ് ആംഗിൾ എഴുതുന്നത് ബൻസൂരി സ്വരാജ്, സൗണ്ട് ബൈറ്റ് എഴുതുന്ന അനിത പ്രതാപ്, സിസ് ഓഫ് നേഷൻ എഴുതുന്ന അനുജ ചൗഹാൻ, ചിക്ക് മാഗ്നറ്റ് എഴുതുന്ന നമ്രാത സക്രിയ, ലാസ്റ്റ് വേർഡ് എഴുതുന്നത് ശശി തരൂരിനെ നമുക്ക് നല്ല വൃത്തിയായിട്ട് അറിയാവുന്നതാണ്. കണ്ടക്ട്. റൈറ്റ് ആംഗിൾ എന്ന് പറയുന്ന എഴുതുന്നത് ബൻസൂരി സ്വരാജാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലർബ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് അവർ സോളമൻ റെസ്പോൺസിബിലിറ്റി ടു എംബ്രേസ്, ചെറിഷ് ആൻഡ് പ്രൊമോട്ട് സാൻസ്ക്രിറ്റ്, ensuring that its profound teachings continue to inspire and guide us as we navigate the challenges of the modern world എന്നാണ് ബൻസൂരി സ്വരാജ് പറയുന്നത്. അതായത് സംസ്കൃതത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അതാണ് ബൻസൂരി സ്വരാജ് പറയുന്നത്. അടുത്ത സിനിമ. ദ റിയൽ ഡ്രാമ ഓഫ് ദ ഓസ്കാർ ഹാപ്പൻസ് ബിഫോർ ദ എൻവെലപ്പ് ഓപ്പൺസ്. ഓസ്കാറിനെ പറ്റിയുള്ള റൈറ്റപ്പാണ്. ഓസ്കാറിനെ പറ്റി ഞാൻ കേട്ട 1-2 കാര്യങ്ങളൊന്നും. ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന പടം AI ഉപയോഗിച്ചു. അപ്പോൾ ഇത് ഒരു ചെറിയ 5 സെക്കൻഡോ എങ്ങാണ്ട് ഒരു AI ഉപയോഗിച്ച് എന്തോ സൗണ്ടിൻ്റെ എന്തോ ഒരു ചെറിയ വേരിയേഷൻ വരുത്തി. അപ്പോൾ AI ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓസ്കാർ കൊടുക്കാൻ പാടില്ലേ. പിന്നെ അതുപോലെ ഒരു പടം, ആ പടത്തിന് എന്തോ ഒരു കോൺട്രവേഴ്ഷ്യൽ ഉണ്ട്, അതെന്തോ ഞാൻ മറന്നു. അത് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളാണ് അതിൻ്റെ ലീഡിങ് ആക്ട്രസ്. പുള്ളിക്കാരി എന്തോ പറയുകയോ ചെയ്യുകയോ എന്തോ ട്വിറ്റ് ചെയ്തെന്തോ ചെയ്തു. അപ്പം അറിയാമല്ലോ, സ്ഥിരം ഇത്, അതായത് അഭിപ്രായം എന്തെങ്കിലും ഇപ്പം, അതായത് ഇപ്പം പുള്ളിക്കാരി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പുള്ളിക്കാരി ഒരു സിനിമയിൽ അഭിനയിച്ചു. അപ്പോൾ ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ഉടനെ ഇതിൻ്റെ എതിർപക്ഷക്കാരോ അല്ലെങ്കിൽ ഇവരോട് താല്പര്യമില്ലാത്ത ആൾക്കാരോ ഇവർ പണ്ടങ്ങോണ്ട് അന്ധകാലത്തിൽ ജാമ്പുവിൻ്റെ കാലത്തെങ്ങാണ്ട് എഴുതിയ ഏതോ ഒരു എന്താ പറയുന്നത് ട്വിറ്റർ ഏതാണ്ടൊക്കെ കുത്തിപ്പൊക്കിയിട്ട് അവർ മറ്റേതാണ്, അവർ എന്താ പറയുന്നത് വോക്കല്ല, അല്ലെങ്കിൽ അവർ ഭയങ്കര റേസിസ്റ്റ് ആണ്, അങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു കോൺട്രവേഴ്സി കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നു. അത് ഞാൻ അങ്ങനെയൊക്കെ 1-2 കാര്യങ്ങൾ ഓസ്കാറുമായിട്ട് ബന്ധം. എല്ലാ വർഷവും ഓസ്കാറിന് ചാകുമ്പോൾ കുറച്ച് കോൺട്രവേഴ്സികൾ അതിൻ്റെ ഇടയിൽ കാണും. എന്നാലേ ഒരു ഇതുള്ളൂ എന്ന് പറയുന്നത്, ഒരു ഗുമ്മുള്ളൂ, ആളുകൾക്ക് സംസാരിക്കാൻ എന്തെങ്കിലും വേണ്ടേ. അങ്ങനെ അടുത്ത വീക്ക് ഈ ആഴ്ച തന്നെ തൊട്ട് മുമ്പുള്ള വീക്കാണ്. അതിനിപ്പോൾ കാണിച്ചത് മാർച്ച് 2 വരെയുള്ളതാണ്. സോ ഇത് മാർച്ച് 2, ഇത് മാർച്ച് 9 വരെയുള്ളതാണ് ഞാൻ കാണിച്ചത്. ഇത് മാർച്ച് 2 വരെയുള്ളത് എന്നുവെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ച ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളത്. അപ്പോൾ ഇതിനകത്തൊരു സപ്ലിമെൻറ്റും കൂടെ വരുന്നുണ്ട്. അതെന്താണ്? ദ വീക്ക് വെയർ ഓപ്പർച്യൂണിറ്റീസ് മീറ്റ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സപ്ലിമെൻ്റ് ഉണ്ട്.
സോ ബേസിക്കലി ദ ഇൻവെസ്റ്റ്മെന്റ് മധ്യപ്രദേശ്. ഇത് മധ്യപ്രദേശിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് പോലെ ഒരു ബുക്ക്ലെറ്റും കൂടെ വീക്കിലൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനും കൂടെ ചേർത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. കൂടാതെ ഒരെണ്ണമുണ്ട്, ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ് കൂടെ. അങ്ങനെ 3 എണ്ണം ഉണ്ട്. ഓക്കെ, 3 ഒരു പൈസയ്ക്ക് 3 എണ്ണം. ഒന്ന് ദ വീക്ക്, പേപ്പർ മാറ്റിയിട്ട് ആരോ പേപ്പർ സംഭവം വീക്കിൻ്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. പേപ്പർ പോയപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇത് പേപ്പർ കീറിപ്പോയപ്പം ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ടേപ്പ് വെച്ച്, സെല്ലോ ടേപ്പ് വെച്ച് മുട്ടിച്ച്. അപ്പോൾ മറ്റേ പേപ്പർ പെട്ടെന്ന് കീറി വന്നു. ഞാൻ ഇന്നാൾ ഇതിൻ്റെ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഒരു സെക്കൻഡ് ഇപ്പം ഇടയ്ക്കൊന്ന് കറണ്ട് പോയപ്പം എൻ്റെ ലൈറ്റാണ് ഇപ്പോൾ ലൈറ്റ് ഇട്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച ഇതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് കഴിഞ്ഞ ആഴ്ചയല്ല കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ തന്നെ 2 ഇഷ്യൂ ഉള്ളത് ഒട്ടിച്ചു വെച്ചിരുന്നു. ഞാൻ വലിച്ചു ഊരിയപ്പോൾ അതിൻ്റെ കവറ് ഇളയിപ്പോയി. ഇച്ചിരി ഈ ഒട്ടിച്ചിരിക്കുന്നതിൻ്റെ അവിടുത്തെ പേപ്പർ ഇളയിപ്പോയി. അതെനിക്ക് ഭയങ്കര സങ്കടമായി പോയതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ടിരിക്കുന്നത്. ഹൈവേ ടു ഹെൽ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ. ദിസ് ഈസ് മെയ്ഡ് അപ്പ് ഇൻവേഷൻ മുസാഫർ ക്രിസ്റ്റി. മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട്, വാഷിംഗ്ടൺ DC. മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട്, വാഷിംഗ്ടൺ DC. Highway to Hell, horror stories of Indians who took the perilous passage to US aided by shady agents. മറ്റേ ഡുംകി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയല്ലോ അടുത്തിറങ്ങി. ഹൊറർ സ്റ്റോറീസ് ഓഫ് ഇന്ത്യൻസ് ഹു ടുക്ക് ദ പെരീലിയസ് പാസേജ് ടു US aided by shady agents. ഷേഡി ഏജൻസ് മുഖാന്തരം അമേരിക്കയിലെത്തിയ ആൾക്കാരെ പറ്റിയുള്ള ആർട്ടിക്കിളാണ്. ഇപ്പോൾ ട്രംപ് അവരെയൊക്കെ പറഞ്ഞയക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെയൊക്കെ പറഞ്ഞയക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇതാണ് നമ്മളുടെ മാർച്ച് 2 വരെയുള്ള 2025 മാർച്ച് 2 വരെയുള്ള വീക്കിൻ്റെ മാക്സിമം. അതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ കിട്ടുന്ന ഒരു സാധനമാണ് അടുത്തായിട്ട് കാണിക്കുന്നത്. അതാണ് ഹെൽത്ത് സപ്ലിമെൻറ്റ്. വെൻ യുവർ കിഡ്നീസ് ഫെയിൽ, അതും വീക്കിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നതാണ്. ഇത് വീക്കിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്നതാണ് ഹെൽത്ത്. അപ്പോൾ ഹെൽത്തിനെ പറ്റിയുള്ള പ്രത്യേക, ഇപ്പോൾ ആരോഗ്യ മാസിക പോലെ, പക്ഷേ ഇത് ഫ്രീ ആയിട്ട് സപ്ലിമെൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് വെൻ അവർ കിഡ്നീസ് ഫെയിൽ, കിഡ്നി ഡിസീസിനെ പറ്റി. പൂജ ഹഗ്ഡാങ്കലെ ഹു ഹാസ് എ റെയർ ബ്ലഡ് ഗ്രൂപ്പ് underwent a successful one of a kind transplant at ജാസ്ലോക്ക് ഹോസ്പിറ്റൽ, മുംബൈ. അപ്പം പൂജ ഖണ്ഡാങ്കലെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കവറാണ് കൂടുതലുള്ളത്. അവരൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള ആർട്ടിക്കിളായിട്ട് അവരുടെ ഫോട്ടോ കൊടുത്തിരിക്കുന്നു. അവരൊരു പേഷ്യൻ്റ് ആയിരുന്നു, അവർ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആയി. അപ്പോൾ രണ്ടിൻ്റെ ആ കണ്ടന്റും ഞാൻ വായിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ മൂന്നാമത് ഒരു സപ്ലിമെന്റും ഉണ്ട്. ഇത് കംപ്ലീറ്റ് ഒരു അഡ്വർടൈസ്മെന്റ് സപ്ലിമെന്റ് ആണ്. അതായത് മധ്യപ്രദേശിനെ പറ്റിയുള്ള. അപ്പോൾ മധ്യപ്രദേശിൽ മധ്യപ്രദേശ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റ് 24-25 ഫെബ്രുവരി 2025 ഫെബ്രുവരി ഭോപ്പാലിൽ വെച്ച് നടന്ന ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റ് ഉണ്ട്. അത് എന്താ പറഞ്ഞാൽ മധ്യപ്രദേശിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാനുള്ള, അപ്പോൾ അതിൻ്റെ എന്താ പറഞ്ഞാൽ അതിനെ പറ്റിയുള്ള റൈറ്റപ്പും അതിൻ്റെ ഒരു സപ്ലിമെൻ്റ് പോലെ, അത് മധ്യപ്രദേശിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് അവിടേക്ക് അവരുടെ അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ. വേർ ഓപ്പർച്യൂണിറ്റീസ് മീറ്റ് ഇന്നോവേഷൻ, മധ്യപ്രദേശ്, ജേർണലിസം വിത്ത് എ ഹ്യൂമൻ ടച്ച്. അപ്പം ഇത് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ്. ഇത് നമ്മുടെ നരേന്ദ്രമോദി. അപ്പം മുഖ്യമന്ത്രിയുടെ പേരെന്ന് വായിക്കണം, മോഹൻ യാദവ്. ഡോക്ടർ മോഹൻ യാദവ് ആണ് ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ഓഫ് മധ്യപ്രദേശ്. ഇനിയിപ്പം നമ്മളിത് മറന്നുപോകും, എങ്കിലും മധ്യപ്രദേശിന്റെ മോഹൻ യാദവ് ചീഫ് മിനിസ്റ്റർ ഓഫ് മധ്യപ്രദേശ്. അപ്പം ഇതിന് പ്രത്യേകിച്ച് എന്താ പറഞ്ഞത് ഉള്ളടക്കം പേജൊന്നുമില്ല, ജസ്റ്റ് അഡ്വർടൈസ്മെന്റ് അല്ലേ, നോട്ടീസ് പോലെ 10-20 പേജേ ഉള്ളൂ. ഇതൊരു മധ്യപ്രദേശിന്റെ അഡ്വർടൈസ്മെന്റ് പോലെ. മധ്യപ്രദേശ് നല്ലൊരു സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കോടീശ്വരന്മാരൊക്കെ വന്ന് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ കേരളം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? കേരളവും പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കുന്ന ഓരോ സബ്മിറ്റുകളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സംഭവമാണ്. മധ്യപ്രദേശിനെ പറ്റിയുള്ള ഇൻവെസ്റ്റ് റൈറ്റപ്പാണ് അത്, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റിനെ പറ്റിയുള്ള.
അപ്പോൾ അത് മാറ്റുകയാണ്. അടുത്തത് നമ്മൾ ഇതിലേക്ക് കിടക്കുകയാണ്, നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ദ വീക്ക്. ഇപ്പോൾ ഈ വീക്കിൻ്റെ കവറായിട്ടുള്ളത് അജയ്ദീപ് സിംഗ്, വൺ ഓഫ് ദ ഡീപ്പോർട്ടീസ് വിത്ത് ഹിസ് മദർ ഇൻ അമൃത്സർ. അപ്പം അമേരിക്കയിൽ ചെന്നിട്ട് അവിടുന്ന് ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലോട്ട് പറഞ്ഞയച്ച അജയ്ദീപ് സിംഗ്, അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും പടമാണ് കവറായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന സമയത്ത് അമ്മ സ്വീകരിക്കുന്ന എന്നുവെച്ചാൽ അവിടുന്ന് പറഞ്ഞോട്ടെ ഇല്ലീഗൽ ഇമിഗ്രൻസിന് നമ്മൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിലാണെങ്കിലും പറഞ്ഞു വിടാനേ പറ്റും ഇല്ലീഗലാകുമ്പോൾ. ഇതാണ് കണ്ടന്റ് പേജ്. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് വിഷമമുണ്ട് നമ്മുടെ ആൾക്കാരെ പറഞ്ഞു വിടുന്നതിൽ, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിലാണെങ്കിലും നമ്മളാരും പറഞ്ഞു വിടത്തില്ലേ ഇല്ലീഗലാകുമ്പോൾ. അപ്പോൾ ഡ്രീംസ് ചേഞ്ച്. ദ അമേരിക്കൻ ഡ്രീം ഹാസ് ഫോർ ഇയേഴ്സ് enticed thousands across villages in Punjab and Haryana, and they have often risked life, limb and bank accounts to reach the land of opportunity. However, with the President Donald Trump taking a diametrically opposite approach of his predecessor Joe Biden's humane immigration policy, the dream is now shattered and they are being sent back home in chains. ഇത് നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞ കാര്യമാണ്. അവിടെ പോയ ഇല്ലീഗൽ ഇമിഗ്രൻസിനല്ല ഇന്ത്യക്കാർ അല്ലെങ്കിൽ വേറെ രാജ്യക്കാരെന്നുള്ള ഇതില്ലെന്ന് എന്താ പറഞ്ഞാൽ വിവേചനം ഇല്ലെന്ന് തോന്നുന്നു. എല്ലാവരും ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ടുള്ള എല്ലാവരും പറഞ്ഞു വയ്ക്കുകയാണെന്നാണ് എൻ്റെ അറിവ്. സ്ലോഗൻസ് ഇൻ ഷാക്കിൾ. യൂത്ത് കോൺഗ്രസ് മെമ്പേഴ്സ് പ്രൊട്ടസ്റ്റ് ട്രംപ്സ് ഡീപ്പോർട്ടേഷൻ ഓഫ് ഇന്ത്യൻസ് ഫ്രം US. ബട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ടെററിസ്റ്റുകളെയും ആൾക്കാരെയൊക്കെ നമ്മളും പറഞ്ഞയക്കുന്നുണ്ട്. അത് വാർത്തയായിട്ട് വരാറില്ലെന്നേ ഉള്ളൂ. എപ്പോഴും അറിയാലോ, ഇപ്പോൾ ടെററിസ്റ്റുകൾ നുഴഞ്ഞു കയറിയാലും അവന്മാരെ പിടിച്ച് അറസ്റ്റ് ചെയ്യും, പിന്നെ ഡീപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ സാധാരണ ആൾക്കാരാണെങ്കിലും ഇപ്പോൾ നമ്മൾ പിടിച്ച് ഇതുപോലെ ബോർഡർ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇല്ലീഗലായിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ എത്ര സംഭവങ്ങൾ നടക്കുന്നു. സിനിമയിൽ പല സിനിമകളിലും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നതും അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതൊക്കെ സിനിമയായിട്ട് പോലും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ബജ്രംഗി ഭായ്ജാൻ എന്നുള്ള സിനിമയിൽ അത് കാണിക്കുന്നുണ്ട്. ബജ്രംഗി ഭായ്ജാൻ എന്ന് പറഞ്ഞാൽ സൽമാൻ ഖാൻ്റെ പടമാണ്. അതിനകത്ത് ബോർഡർ ഇല്ലീഗലായിട്ട് ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ സൽമാൻ ഖാൻ അടുത്ത എന്താ പറയുന്നത് പാകിസ്ഥാനിലോട്ട് പോകും. ഒരു കൊച്ചിനെ വിടാൻ, അത് പടം കണ്ടിട്ടുള്ള അറിയാം. ബജ്രംഗി ഭായ്ജാൻ എന്നാണ് സിനിമയുടെ പേര്. ഇദ്ദേഹം ഒരു കൊച്ചിനെ, പാകിസ്ഥാനിലൊരു കൊച്ചി ഇന്ത്യയിൽ ട്രാപ്പിഡാവും, ആ കൊച്ചിനെ പാകിസ്ഥാനിൽ എത്തിക്കുന്ന കഥയാണ്. അപ്പം ഇദ്ദേഹം ഇല്ലീഗലായിട്ട് ക്രോസ് ചെയ്യുന്ന കാണിക്കുക. അപ്പം എന്തുകൊണ്ടാണ് എന്താ പറയുക അതിനകത്ത് ആ ഒരു ക്യാച്ച്, അതായത് അതൊരു ഭയങ്കര എന്താ പറയുന്നത്, ബജ്രംഗി ഭായ്ജാനിൽ സൽമാൻ ഖാൻ പാകിസ്ഥാനിലേക്ക് ഇല്ലീഗലി ഇമിഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, കൊച്ചിനെ കൊണ്ട് പോകുന്ന സമയത്ത് അത് ഒരു എന്താ പറയുക ഒരു ഡ്രാമ സൃഷ്ടിക്കുന്നത് എന്തെന്ന് വെച്ചാൽ പാകിസ്ഥാൻകാർ പിടിച്ചാൽ പറഞ്ഞുകൂടി ജയിലിൽ പിടിച്ചിട്ടിട്ട് തിരിച്ച് ഡീപ്പോർട്ട് ചെയ്യും. അപ്പം ഈ കൊച്ചിനെ അവിടെ എത്തിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻകാർ പട്ടാളം പിടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ഡ്രാമ. അപ്പം ഇന്ത്യയിലോട്ട് നുഴഞ്ഞേറിയാലും നമ്മൾ പറഞ്ഞുവിടും, പാകിസ്ഥാനിലോട്ട് നമ്മൾ നുഴഞ്ഞേറിയ അവന്മാരും പറഞ്ഞുവിടും. ബജ്രംഗി ഭായ്ജാനിൽ നുഴഞ്ഞേറുന്ന കാണിക്കുന്നുണ്ട് സൽമാൻ ഖാൻ. അതേപോലെ മറ്റ് പണ്ട് ഞാൻ ഒരു അഭിഷേക് ബച്ചൻ ഒരു സിനിമയിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അഭിഷേക് ബച്ചൻ ഇങ്ങനെ ഇന്ത്യക്കാരെ പാകിസ്ഥാനോട്ട് എത്തിക്കുന്ന ഒരു ഏജന്റ് പോലെയാണ് അത് നുഴഞ്ഞു കയറുന്നത്. അപ്പം അങ്ങനെ അത് നടക്കുന്നുണ്ട്. അത് എല്ലാ രാജ്യക്കാരും ചെയ്യുന്നതാണ്. ഇപ്പോൾ അമേരിക്ക ചെയ്തപ്പോൾ ആഹാ ഓഹോ എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ. അടുത്തത് ഇന്റർവ്യൂ. ദിസ് ഈസ് ഫാബ്രിക്കേറ്റഡ് ഇൻവേഷൻ സെയ്സ് മുസാഫർ എ ക്രിസ്റ്റി ഓഫ് ഇമിഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ വാഷിംഗ്ടൺ DC. അതൊരു ഇൻ്റർവ്യൂ ആണ്. മുസാഫർ എ ക്രിസ്റ്റി എന്നാണ് ആളുടെ പേര്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നെ ഹ്യൂമൻ ഇമിഗ്രേഷൻ സിസ്റ്റം ഇസ് ക്രൂഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് അമേരിക്ക, റൈറ്റ്സ് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ കോ ഫൗണ്ടർ സുഹാകേഷ് ശുക്ലയുടെ ഒരു ചെറിയ ആർട്ടിക്കിളും ഉണ്ട്. അദ്ദേഹം എഴുതുന്നത് ഹ്യൂമൻ ഇമിഗ്രേഷൻ സിസ്റ്റം ഇസ് ക്രൂഷ്യൽ ഫോർ ഹെൽത്ത് ഓഫ് അമേരിക്ക. ബട്ട് എനിവേ അവർ വീണ്ടും ട്രംപിൻ്റെ ആൾക്കാരും പറയുന്നതുകൊണ്ട് ഞങ്ങൾ ഇമിഗ്രൻസിനെ അല്ല ഞങ്ങൾ പറഞ്ഞു വിടുന്നത്, ഇല്ലീഗൽ ഇമിഗ്രൻസിനെയാണ്. അപ്പം നേരായ വഴിയിലൂടെ ഇമിഗ്രേറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അല്ലാതെ ഞാൻ എന്താണ് പറയുന്നത്. ഇപ്പം ഇന്ത്യയിലോട്ട് നുഴഞ്ഞു കയറുന്നവരെയൊക്കെ നമ്മൾ പിടിച്ച് തിരിച്ചയക്കുന്നുണ്ട്. സിറിയ. സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഇൻ സിറിയ ആർ ഫ്ലൈയിങ് ഹൈ ഇൻ ദെയർ ന്യൂ ഫൗണ്ട് ഫ്രീഡം. സിറിയയിലുള്ള സ്റ്റാൻഡപ്പ് കോമഡിയൻസിനെ പറ്റിയുള്ള റൈറ്റപ്പാണ്. അടുത്ത ബിസിനസ്. മാപ്സ് ആർ എ $1 billion ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇന്ത്യൻ ബിസിനസ്സസ് ആർ ഫൈറ്റിംഗ് ഇറ്റ് ഔട്ട് ഫോർ എ ഷെയർ ഓഫ് ദ പൈ. മാപ്സ് ആർ എ $1 billion ഓപ്പർച്യൂണിറ്റി. എനിക്ക് മനസ്സിലായില്ല. മാപ്പ് എന്ന് പറഞ്ഞാൽ ഭൂപടമാണ്. അടുത്തത് സെക്യൂരിറ്റി. ഇന്ത്യസ് ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കിൽസ് ആർ നൗ bolstered by improved capabilities to take on the challenges of the Siachen terrain. അത് ഇന്ത്യൻ മിലിറ്ററിയെ പറ്റിയുള്ള ആർട്ടിക്കിൾ. അടുത്ത ബുക്സ്. ഏതൊരു ബുക്ക് പുറ്റ്ലി പ്രൈസ്, ഒരു ഭയങ്കര ഫേമസ്
പ്രൈസാണ്. വിന്നർ നാഥൻ ത്രാൾസ് ന്യൂ ബുക്ക് ഹുമൈൻസസ് ദ ഇസ്രായേൽ പാലസ്തൈൻ കോൺഫ്ലിക്ട് ത്രൂ ദ സ്റ്റോറി ഓഫ് എ ഫാദർ സെർച്ച് ഫോർ ഹിസ് സൺ. നോൺ ഫിക്ഷൻ ബുക്കാണ്. അത് നോൺ ഫിക്ഷൻ ബുക്കുകൾക്ക് കിട്ടുന്ന ഒരു പ്രൈസാണ് പുത്ലിസർ പ്രൈസ്. അപ്പോൾ അത് കിട്ടിയൊരു ബുക്കുണ്ട്. അത് എഴുതിയിട്ടുള്ള നാഥാൻ ത്രാൾസ് ആണ്. അപ്പോൾ ബുക്കിൻ്റെ ടൈറ്റിൽ നമുക്ക് നോക്കാം. എന്തായാലും വീക്കിൽ വളരെ പ്രാധാന്യത്തോടെ വന്നുകൊണ്ട് ബുക്ക് നമ്മുടെ ചാനലും പുസ്തകങ്ങളും ആർട്ടിക്കിളും ഒക്കെ ആയതുകൊണ്ട്, സാഹിത്യവും പുസ്തകങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ബുക്ക് 70ാമത്തെ പേജിലുള്ള ബുക്കിൻ്റെ പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബുക്കിൻ്റെ പേര് മാത്രം ഒന്ന് പറയാം. നഥാൻ ത്രാൾ എന്നാണ് എഴുത്തുകാരൻ്റെ പേര്. 70ാമത്തെ പേജ് കണ്ടുപിടിക്കുക. യെസ്, ബുക്കിൻ്റെ പേര്, ബുക്കിൻ്റെ പടം ഒന്നും കൊടുത്തിട്ടില്ല. ഡാഡീസ് ബോയ്. പുതിയ ലേറ്റസ്റ്റ് ബുക്ക് മീൻസ് ഇസ്രായേൽ കോൺഫ്ലിക്ട് ത്രൂ സ്റ്റോറി ഓഫ് ഫാദർ ആൻഡ് സെർച്ച് ഓഫ് സൺ. ഗോൺ വിത്ത് ദ വാർ. എന്ത് ബുക്കിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് എങ്ങും കൊടുത്തിട്ടില്ല. ഇതുള്ളൂ. ഇനി മുത്തരുന്ന് നോക്കണം. 13 years ago 5-year-old Mila Salma almost did not get to the school bus for his class trip simply because father Habib carelessness only the night before his wife it is too late, we are closed. Another book, A Day in the Life of Abid Salama. അതാണ് ബുക്കിൻ്റെ പേര്. എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് അബീദ് സലാമ. അതിനാണ് പ്രൈസ് കിട്ടിയത്. അപ്പോൾ നമ്മൾ അവാർഡ് കിട്ടിയൊരു ബുക്കിൻ്റെ പേര് പറയാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് പറയാമെന്ന് വിചാരിച്ച് പറഞ്ഞാണ്. ജൂയിഷ് അമേരിക്കൻ ജേർണലിസ്റ്റാണ് നഥാൻ ത്രാൾ. അദ്ദേഹത്തിൻ്റെ നോൺ ഫിക്ഷൻ ബുക്കാണ് ഇത്. ഒരു കുടുംബത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള എന്നാൽ ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിനെ ബാക്ക് ഡ്രോപ്പ് ആയിട്ടുള്ള ഒരു നോൺ ഫിക്ഷൻ ബുക്കാണ്. ഇത് പറയുന്നത് ഒരു അച്ഛൻ്റെ മോനെ കഥയാണ്. പക്ഷേ ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇസ്രായേൽ പാലസ്തീൻ്റെ കോൺഫ്ലിക്റ്റാണ്. അപ്പം ബുക്കിൻ്റെ പേര് എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് അബദ് സലാമ. അബദ് സലാമിൻ്റെ ജീവിതത്തിലെ ഒരു ദിവസം. അടുത്തത് ഫുഡാണ്. വിത്ത് ഹിസ് റെസ്റ്റോറൻറ്റ് ചട്ടി എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഷെഫ് റെഗി മാത്യു. റെഗി മാത്യു ടേക്സ് കേരള കുസീൻ ടു കട്ട് ത്രോട്ട് F&B സീൻ ഇൻ ന്യൂയോർക്കിലാണ് ഈ സംഭവം. ചട്ടി എന്നാണ് റെസ്റ്റോറൻറ്റ് പേര്. ഷെഫിൻ്റെ പേര് റെഗി മാത്യു. അടുത്ത സ്ഥിരം പങ്ക്തികളായിട്ടുള്ള പവർ ഡ്രൈവ് എഴുതുന്നത് പ്രസന്നൻ. സ്കാൽപ്പൻ എന്ന് പറയുന്ന പുതിയൊരു പങ്ക്തി തുടങ്ങും. സ്കാൽപ്പൻ എന്നാണ് പുതിയ പങ്ക്തിയുടെ പേര്. അത് എഴുതുന്നത് ഡോക്ടർ മസ്ഡ ടൂറലാണ്. അതർവൈസ് ക്രാക്ഡ് KC വർമ്മയാണ് എഴുതുന്നത്. D-Tour ശോഭാദിയാണ്. ചിക്ക് മാഗ്നറ്റ് എഴുതുന്നത് നർമ്മദ സക്രിയാണ്. ലാസ്റ്റ് വേർഡ് എഴുതുന്നത് ബൈജയന്ത് പാണ്ഡ. അപ്പോൾ ഞാൻ പറഞ്ഞ പുതിയൊരു പങ്ക്തി തുടങ്ങുന്നത് അതിൻ്റെ പേര് സ്കാൽപ്പൻ എന്നാണ്. സ്കാൽപ്പൻ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. Any art form can be so subjective. A friend said, "You can please everyone. You are not a jar of Nutella." I beg to differ. I have seen patients weep with joy when I tell them their tumor is benign. I am a jar of Nutella, a slightly bloodier, more sleep-deprived one. എന്തായാലും മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എന്താണ്, കാരണം ഡോക്ടറാണ് ഇത് എഴുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളായിരിക്കും എഴുതുന്നത്. സ്കാൽപ്പൻ എന്നാണ് പങ്ക്തിയുടെ പേര്. മാർച്ച് 2 വരെയുള്ള മാഗസിൻ. ദ വീക്ക്. അതിനുശേഷം ഹെൽത്ത്, അതിൻ്റെ സപ്ലിമെൻറ്റ് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന സപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് കണ്ടന്റ് വായിക്കാം. കവർ സ്റ്റോറി കിഡ്നി ഫെയിലിയറും ട്രാൻസ്പ്ലാന്റുമാണ് കവർ സ്റ്റോറി. അതിനുശേഷം കണ്ടന്റ് ഞാനൊന്ന് വായിക്കുകയാണ്. കണ്ടന്റ്. കവർ സ്റ്റോറി. അലാമിംഗ് സിറ്റുവേഷൻ. ക്രോണിക് kidney diseases is a major health crisis in India, owing to the rise in cases of obesity, hypertension and diabetes. Worsening the situation in the severe shortage of nephrologists. Just 1,850 specialists serve a population of 1.4 billion, with the most concentrated in urban areas. 4 kidney patients share how CKD has impacted their life. ക്രോണിക് കിഡ്നി ഡിസീസിന് ചികിത്സിക്കാൻ നെഫ്രോളജിസ്റ്റുകളുടെ എണ്ണം കുറവാണ്. അപ്പം 4 പേഷ്യൻസിൻ്റെ ജീവിതത്തിലൂടെ അത് വിവരിക്കുകയാണ് നമ്മളുടെ കവർ സ്റ്റോറി. അതിനുശേഷം ബാക്കി സ്റ്റോറികളെല്ലാം നേരത്തെ വായിക്കുകയാണ്. മെഡ് ഇൻ ഇന്ത്യ. മെഡി അസിസ്റ്റ് ഹാസ് ബീൻ ഫോക്കസിംഗ് ഓൺ ഡിജിറ്റൈസിംഗ് മെഡിക്കൽ ഡാറ്റ ടു പ്രൊവൈഡ് AI ഡ്രിവൺ സൊല്യൂഷൻസ് ഇൻ ഇൻഷുറൻസ് സെക്ടർ. അടുത്ത ലങ് ഡിസീസ്. ഹൗ എ ഡോട്ടർ നാവിഗേറ്റഡ് ദ റിയാലിറ്റീസ് ഓഫ് ഹർ ഫാദേഴ്സ് ക്വൈറ്റ് battle with the mysterious lung disease. അടുത്തത് മെയിൽ ഹോർമോൺ. Men have a daily hormone cycle and it is synced to their brains, shrinking from morning to night. Urology. Proactive steps to protect your urinary system during winter season. ഓക്കെ, എങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻസ് തടയാന്നുള്ളതാണ് 40ാമത്. അടുത്ത സ്ഥിരം പങ്ക്തികൾ.
ആയിട്ടുള്ള ലെറ്റേഴ്സ്, ക്വിക്ക് സ്കാൻ, മെഡ്ടോക്ക്, യോഗ മേഡ് ഈസി, ഇത്രയും സ്ഥിരം പങ്ക്തികളാണ്. അപ്പോൾ ഇത്രയാണ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഇതിൽ ഫീച്ചർ ചെയ്തിരിക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ പടമാണ് കവറായിട്ട് കൊടുത്തിട്ടുള്ളത്. മെയിൻ കവർ സ്റ്റോറി ഈസ് കിഡ്നി ഡിസീസ്, CKD ക്രോണിക് കിഡ്നി ഡിസീസ് ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ ഇത്രയാണ് സുഹൃത്തുക്കളെ വാങ്ങിയ മാഗസീനുകൾ. ഇനി ഇതെല്ലാം സമയം പോലെ കുത്തിയിരുന്ന് ഓടിച്ചൊന്ന് നോക്കണം. ഞാൻ ഫുള്ളിരുന്ന് വായിക്കണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ അത് നടപ്പുള്ള കേസല്ല. കാര്യം ഞാൻ പറയല്ലോ, ഒരു മാഗസീൻ വായിക്കുന്ന തന്നെ ഒരു ബുക്ക് വായിക്കുന്ന അത്ര സമയമാണ്. അത്രയും ഇങ്ങനെ വായിക്കാനാണെങ്കിൽ അത്രയും കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ അത് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവാണ്. അതിപ്പോൾ ഒരു ബുക്കിനേക്കാളും വളരെ വിലക്കുറവുമാണ്, അത്രയും തന്നെ കണ്ടന്റും കിട്ടും. വെറുതെ വായിക്കാനാണെങ്കിൽ. പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ എപ്പോഴും ഓടിച്ചൊക്കെ നോക്കാറേ ഉള്ളൂ, എല്ലാം ഒന്നും വായിക്കാറില്ല. സമയം കിട്ടുമ്പോൾ വായിക്കണം. എന്തോരം കൊള്ളാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും നന്ദി.